കഴിഞ്ഞ ദിവസം എല്ലാവരും കരുതിയിരുന്നത് എമ്പുരാനിലെ ക്യാരക്ടർ പോസ്റ്ററുകളിൽ എത്താൻ പോകുന്നത് ഈ ചിത്രത്തിലെ ഏറ്റവും സർപ്രൈസിംഗ് ആയ ഒരു വില്ലൻ കഥാപാത്രത്തിൻ്റെതാകും എന്നതാണ്. ഹോളിവുഡ് താരങ്ങൾ ആരെങ്കിലും എത്തുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടായിരുന്നു പല പ്രേക്ഷകരും അവരുടെ ആകാംക്ഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അങ്ങനെ പലതും ചിന്തിച്ചെങ്കിലും ഏകദേശം ഉറപ്പായിരുന്നു ഒന്നുകിൽ ഇനി വരാൻ പോകുന്ന ക്യാരക്ടറുകളിൽ പറയാൻ കഴിയുന്നത് മഞ്ജു വാര്യരോ ടൊവിനോ തോമസോ പൃഥ്വിരാജോ മോഹൻലാലോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് എന്നത്. ഇനി അത്ര പേരുടെ ക്യാരക്ടറുകളെ അവതരിപ്പിക്കാൻ ഉള്ളൂ എന്നതും അറിയാം. അങ്ങനെ വിചാരിച്ചതുപോലെ തന്നെ ചെയ്തു. സിനിമയിലെ ഏറ്റവും പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ പ്രിയദർശിനി രാംദാസിനെയാണ് ഏറ്റവും ഒടുവിൽ പരിചയപ്പെടുത്തിയത്. ചിത്രത്തിലെ ക്യാരക്ടർ നമ്പർ 5 ആയി എത്തിയിരിക്കുന്നത് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രമാണ്. ചിത്രത്തിന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിൽ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച മഞ്ജു വാര്യർ തന്നെയാണ് എമ്പുരാനിലും ഈ വേഷം കൈകാര്യം ചെയ്യുന്നത്. താൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് പ്രിയദർശിനി എന്ന് മഞ്ജു വാര്യർ പറയുന്നു. ഈ കഥാപാത്രം തനിക്ക് നൽകിയതിൽ പൃഥ്വിരാജിനോടും മുരളി ഗോപിയോടും ആന്റണി പെരുമാവിനോടും എല്ലാത്തിനും ഉപരിയായി മോഹൻലാലിനോടുമാണ് നന്ദി പറയാനുള്ളത്. താൻ ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർക്കിടയിൽ പ്രത്യേക സ്ഥാനം നേടി തന്നിട്ടുള്ളതാണെന്നും മഞ്ജു പറയുന്നുണ്ട്. എടുത്തു പറയാൻ സാധിക്കുന്ന എന്റെ കഥാപാത്രങ്ങളിൽ പലതും ലാലേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുള്ളതാണ്. വീണ്ടും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഏറ്റവും ആസ്വദിച്ച് അഭിനയിച്ച വേഷമായിരുന്നു എമ്പുരാനിലെ പ്രിയദർശിനിയുടേത്. ഈ കഥാപാത്രത്തെ എത്രത്തോളം ആസ്വദിപ്പിച്ചിട്ടുണ്ടോ അത്രയും തന്നെ സങ്കീർണവും സംഘർഷവും നിറഞ്ഞതായിരുന്നുവെന്നും മഞ്ജു പറയുന്നു. പൃഥ്വിരാജിനോടൊപ്പം സിനിമ ചെയ്യുന്നതിന്റെ സന്തോഷം ലൂസിഫറിലും എമ്പുരാനിലും വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. ഒരു സംവിധായകന് ഏറ്റവും അധികം വേണ്ടത് സിനിമയിൽ എന്താണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാരിറ്റിയാണ്. പൃഥ്വിരാജിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി ഈ ക്ലാരിറ്റിയും ആത്മവിശ്വാസവും. അങ്ങനെയുള്ള ഒരു സംവിധായകനോടൊപ്പം ജോലി ചെയ്യുന്നത് ഏതൊരു അഭിനേതാവിനും സന്തോഷമുള്ള ഒന്നാണെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യറിനെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇനി വരാനുള്ളത് 4 കഥാപാത്രങ്ങൾ കൂടിയാണ്. 36 പേരെ അവതരിപ്പിക്കുന്നതിൽ ഇനി 4 പേർ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജും ടൊവിനോ തോമസും മോഹൻലാലുമാണ് വരാനുള്ളത്. എന്നാൽ ഒരാൾ കൂടിയുണ്ട്. അതൊരു സർപ്രൈസ് ആയിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന അനുമാനങ്ങൾ. പ്രിയദർശിനി രാംദാസിനെയാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതെങ്കിൽ ഇനി ജതിൻ രാംദാസും സായിദ് മസൂദും ദ മൈറ്റി ഖുറേഷി അബ്രഹാമും അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ആ ഒരു 4th കഥാപാത്രം ആരായിരിക്കും എന്നതാണ് എല്ലാവരും ഇപ്പോൾ ഗസ് ചെയ്യുന്നത്. അർജുൻ ദാസ് ഒക്കെ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതാണ്. ലൊക്കേഷനിൽ നിന്നും അർജുൻ ദാസിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ റിവീലൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇമ്പോർട്ടന്റ് റോളായിരിക്കുമോ അദ്ദേഹം എത്തുന്നത് എന്ന രീതിയിൽ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഒരു മിസ്റ്ററി കഥാപാത്രത്തെ നമ്മൾക്കൊരു പോസ്റ്ററിലൂടെ ഒരു ടാറ്റു ചിഹ്നമൊക്കെ വെച്ച് കാണിച്ചിരുന്നു. അങ്ങനെ ഒരു കഥാപാത്രം ഹോളിവുഡിൽ നിന്നും എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രത്തെ ഒരു ക്യാരക്ടർ റിവീലിലൂടെ പുറത്തുവിടുമോ എന്നതും ചോദ്യമാണ്. അത് സിനിമയിൽ ഒരു സസ്പെൻസ് ആയി തന്നെ നിലനിർത്താനാണ് കൂടുതൽ സാധ്യത. എന്നിരുന്നാലും ഒരു കഥാപാത്രം കൂടിയുണ്ട്, ഒരു സർപ്രൈസ് നൽകുന്ന കഥാപാത്രമുണ്ട്. അത് നമ്മുടെ മുന്നിലേക്ക് എത്തേണ്ടതുണ്ട് എന്നതുകൂടി അവർ ഓർമ്മിപ്പിക്കുകയാണ്. അത് ആരായിരിക്കുമെന്നുള്ള ചിന്തകൾ പല രീതിയിലുള്ള ചർച്ചകളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടെത്തിക്കുകയുണ്ടായി. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സായിദ് മസൂദ് എന്ന കഥാപാത്രത്തിന്റെ ഒരു അനുജൻ വരുന്നുണ്ടല്ലോ, അതിന്റെ ചെറുപ്പകാലം ക്യാരക്ടർ പോസ്റ്റർ നമ്മളെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ വലുതാകുമ്പോൾ ആരായിരിക്കും? അങ്ങനെ ഒരു ക്യാരക്ടർ കൂടി അവതരിപ്പിക്കേണ്ടതുണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് അവർ പറയുന്നത് ആ കഥാപാത്രം അർജുൻ ദാസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ. അതൊക്കെ ഒരു വൈൽഡ് ഗസ് ആണ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നതും അറിയില്ല. കൂടാതെ മുന്നേ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ബ്രദർ ക്യാരക്ടർ വരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ആരായിരിക്കും എത്താൻ പോകുന്നത് എന്നത് വലിയൊരു ചർച്ചയായി തന്നെ മാറിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ 2 രീതിയിൽ ക്യാരക്ടർ പോസ്റ്ററിലൂടെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഒന്ന് ഖുറേഷി ആണെങ്കിൽ മറ്റൊന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയായി 2 ക്യാരക്ടർ പോസ്റ്ററുകൾ വരാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ എമ്പുരാന്റെ ക്യാരക്ടർ റിവീലുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ. എന്തായാലും ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഇന്നേ ദിവസം ആദ്യത്തെ ക്യാരക്ടർ പോസ്റ്ററിലോ ഒക്കെ വന്നേക്കാൻ സാധ്യത വെക്കുന്നു. എന്തായാലും നമ്മൾ കാത്തിരിക്കുന്ന എമ്പുരാന്റെ ട്രെയിലർ കൂടി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡോഗ്മാക്സ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ എഡിറ്റിംഗിന്റെ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അങ്ങനെ ഒരു സർപ്രൈസ് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തും. അതൊരു ഗംഭീര ട്രെയിലർ ആയിരിക്കും.